ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാവുന്ന ഫിനോലെക്സിൻ്റെ പൈപ്പിൽ വയ്ക്കുന്ന ടൈപ്പ്, അതായത് നമ്മുടെ എക്സോസ്റ്റ് ഫാൻ തന്നെയാണ്. അത് പൈപ്പ് ടൈപ്പാണ് വരുന്നത്. പൈപ്പ് ടൈപ്പ് വരുന്നുണ്ട്, അല്ലാതെ സ്ക്വയർ ടൈപ്പ് വരുന്നുണ്ട്, ജസ്റ്റ് അല്ലാത്ത രീതിയിൽ വയ്ക്കുന്ന ടൈപ്പ് വരുന്നുണ്ട്. നമുക്കിതിപ്പോൾ നോർമൽ ലെവലിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് പൈപ്പ് ലെവലാണ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വാട്ട്സ് കാര്യങ്ങളൊന്നും ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ല. ഓൾറെഡി ഇതിൻ്റെ റേറ്റ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. 1300 സംതിങ് എന്നാണ് ഇതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഓൾറെഡി നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഏകദേശം 900 ആ റേഞ്ചിന് 780 തൊട്ട് ഏകദേശം 900 ആ റേഞ്ചിന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. 780 തൊട്ട് 900 റേഞ്ചിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ്. ഇപ്പോൾ MRP എന്തായാലും ഇത്ര റേറ്റ് വരുന്നുണ്ടെങ്കിൽ ഇത്രയും നമുക്ക് കൊടുക്കേണ്ട വരുന്നില്ല. ഇത് പിന്നെ പ്രത്യേകത വെച്ചിട്ട് 2 വർഷം ഗ്യാരണ്ടി തരുന്നുണ്ട്, വാറണ്ടിയാണ് തരുന്നത്. 2 വർഷം നമുക്ക് വാറണ്ടി തരുന്നുണ്ട്. വളരെ സ്മൂത്തായിട്ടാണ് ഇത് വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് കണ്ടിരിക്കുന്നത്. വളരെ സ്മൂത്താണ്, അധികം സൗണ്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അന്ന് നമ്മുടെ അൽമൊണാടൊക്കെ റേഞ്ചിൽ തന്നെ വരാവുന്ന രീതിയിൽ അതിൻ്റെ എയർ കട്ടിങ്ങും എയറിൻ്റെ വലിക്കലും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കുറച്ചുകൂടി നല്ല ഫിനോലെക്സ് ആയി കഴിയുമ്പോൾ കുറച്ചുകൂടി ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന പറ്റുന്ന ഒരു പ്രൊഡക്ട്സ് ആണ്. വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ജസ്റ്റ് ഞാൻ കണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലെ ഡോറിൻ്റെ സിസ്റ്റമാണ്. മക്കിയ ഇതുപോലുള്ള പൈപ്പ് ടൈപ്പ് വന്നാൽ അതിൻ്റെ ഫ്രണ്ടിലെ ഡോറ് അത്ര സ്ട്രോങ് ആയിരിക്കില്ല. കാരണം അതിൻ്റെ ലോക്ക് വളരെ സിമ്പിളായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ബെൻഡായാൽ പോലും അതിൻ്റെ ലോക്ക് കറക്റ്റ് ആവില്ല. പക്ഷേ ഇതിൻ്റെ ലോക്ക് പെർഫെക്ഷനായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ കാണിച്ചിരിക്കുന്നത് ഗ്യാരണ്ടി പേപ്പറാണ് കമ്പനി തന്നിരിക്കുന്നത്. അത് 2 വർഷത്തെ ഗ്യാരണ്ടി നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഐവറി കളർ, പല ടൈപ്പ് കളറുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈപ്പ് ടൈപ്പാണ് വരുന്നത്. ഇത് 6 ഇഞ്ചാണ് വരുന്നത്. 6 ഇഞ്ച് വരുന്നുണ്ട്, 8 ഇഞ്ച് വരുന്നുണ്ട്, 12 ഇഞ്ച് വരുന്നുണ്ട്. അങ്ങനെ പല ടൈപ്പുകൾ വരുന്നുണ്ട്. നമുക്ക് ബാത്റൂം അങ്ങനെയുള്ള ഏരിയകളിലാണെങ്കിൽ നമുക്ക് പൈപ്പ് ടൈപ്പ് വെക്കാൻ വേണമെങ്കിൽ കിച്ചൺ ഏരിയയിലൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി വലിപ്പമുള്ള ടൈപ്പ് വെക്കുന്നതാണ് നല്ലത്. കാരണം കിച്ചണിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് കുറച്ചുകൂടി, അതുപോലെ തന്നെ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓപ്പണായിട്ട് വലിച്ച് കളയുന്നതിന് കുറച്ചുകൂടി ഒരു 12 ഇഞ്ച് അല്ലെങ്കിൽ 10 ഇഞ്ചെങ്കിൽ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 8 ഇഞ്ചെങ്കിലും വെക്കണമെന്നാണ് എൻ്റെ ചെറിയൊരു പേഴ്സണൽ അഭിപ്രായം. കാരണം അത്രയും വലിയുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ബാഡ് സ്മെല്ല് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുള്ളൂ. പക്ഷേ ഓൾറെഡി നമുക്ക് ബാത്റൂമിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഏരിയയാണ്. ചെറിയ ഏരിയ ആയതുകൊണ്ട് നമുക്ക് 6 ഇഞ്ച് മതി. 6 ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ ഓൾറെഡി ഇത് വെക്കുന്ന സമയത്ത് നമ്മൾ പ്ലാസ്റ്റിക്കിന് മുമ്പ് ഒന്ന് ഉറപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പൈപ്പിലേക്ക് സിമ്പിളായിട്ട് അറേഞ്ച് ചെയ്യാം. ഇതിൻ്റെ ലോക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടോ, ലോക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ലോക്ക് നമ്മൾ വിടിയിക്കുക. അതിനുശേഷം എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നാണ്. ഈ ലോക്ക് ആദ്യമേ വിടിയിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫിനോലെക്സ് എന്ന് പറയുന്ന ആ ഫ്രണ്ടിലെ ആ ലോക്കിൻ്റെ സിസ്റ്റം ഡോറ് നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് കിട്ടും. അതിൻ്റെ ഗ്രില്ലാണ് വരുന്നത്. ആ ഗ്രില്ല് പുറത്തേക്ക് കിട്ടും. അത് മാറ്റിയതിന് ശേഷം നമ്മൾ പൈപ്പിലേക്ക് നമ്മുടെ ഈ എക്സോസ്റ്റ് വയ്ക്കുക. വെച്ചതിന് ശേഷം നമുക്ക് കറക്റ്റ് സ്പിറ്റ് ലെവലിൽ തന്നെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം 4 സ്ക്രൂകളുണ്ട്. ഈ 4 സ്ക്രൂകളിൽ നമ്മൾ ഭിത്തിയിൽ ഫിഷർ ചെയ്ത് ഉറപ്പിക്കുക. ഫിഷർ ചെയ്ത് ഉറപ്പിച്ചില്ലെങ്കിൽ ടൈറ്റ് ചെയ്യാതിരിക്കുന്നതിൽ കുറച്ചുകൂടി നല്ല ഫിഷർ ചെയ്ത് ഉറപ്പിക്കുന്നത് തന്നെയാണ് ടൈറ്റ് ചെയ്ത് വയ്ക്കുന്നതിനേക്കാൾ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വൈബ്രേഷൻ ചെയ്യുന്ന സമയത്ത് സൗണ്ട് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ വയർ കാണുന്നുണ്ട്. 2 വയറുണ്ട്. 2 വയർ ഫേസ് ന്യൂട്രൽ മാത്രമേ വരുന്നുള്ളൂ. എർത്ത് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല ഓൾറെഡി. അപ്പോൾ ഫേസ് ന്യൂട്രൽ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യുക. വളരെ സിമ്പിൾ കണക്ഷനാണ്. ബാക്കി നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കൊടുക്കുക. സിമ്പിളാണ്. ഇത് കണക്ട് ചെയ്തതിനുള്ള വീഡിയോ ശേഷം ഞാൻ ജസ്റ്റ് അതിൻ്റെ യഥാർത്ഥ പൊസിഷൻ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങളെ. അതിനുശേഷം നമ്മൾ ആ ഡോർ എടുത്തതിന് ശേഷം ഡോർ അതിൻ്റെ മുകളിലും താഴെയായിട്ട് 2 ലോക്കുണ്ട്. ആ ലോക്കിലേക്ക് കറക്റ്റ് ഇട്ടതിന് ശേഷം സിമ്പിളായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് പിടിപ്പിച്ചതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഉണ്ടോ, അതൊരു സീലിംഗ് റോസ് കൊടുത്തു. സീലിംഗ് റോസ് കൊടുത്തതിന് ശേഷം നീറ്റാണ്. അതായത് അത്രയും വലിയൊരു എക്സോസ്റ്റ് ആണെന്നോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഭിത്തിയോട് ചേർന്ന് ഏകദേശം ഒരു നിസ്സാരം പ്രൊജക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഭിത്തിയോട് ചേർന്ന് കറക്റ്റായിട്ട് തന്നെ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലിടുന്ന പൈപ്പ് നമ്മൾ ഇടുമ്പോൾ വരെ ശ്രദ്ധിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എക്സോസ്റ്റിന് ഇടാൻ പറ്റുന്ന പൈപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഭിത്തിയുടെ ലെവലിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ പൈപ്പ് ഉറപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ എക്സോസ്റ്റ് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.